ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിഡിലൻ ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ മീൻ പൊരിക്കാൻ പലതരത്തിലുള്ള മസാല ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടാവും. പക്ഷേ ഇത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മസാലയാണ്. മാത്രമല്ല ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എന്നാൽ നല്ല കിഡിലൻ ടേസ്റ്റുമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഏത് മീനായാലും കുഴപ്പമില്ല, മത്തിയോ അയിലയോ ഏത് മീനായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഈ മീനാണ് എടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ. 4 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ചുവന്നുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, തീരെ ചെറുതാണ്, ഒരു പച്ചമുളക്, കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇതിൽ കൂട്ടി അരച്ചാൽ നല്ലൊരു ഫ്ലേവറാണ്. അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, പെരുംജീരകമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പാകത്തിന് ഉപ്പ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ വേണമെന്നില്ല, അരിപ്പൊടി മതി. കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. അരിപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക. ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കോട്ടിങ് എല്ലാം ആ എണ്ണയിൽ അങ്ങ് പോവും. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും എണ്ണ ബാലൻസ് വരാത്ത രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. മാത്രമല്ല നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യം നമുക്കിതിൽ വരില്ല. മീൻ ഒരു ഹാഫ് കുക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കുക. നേരത്തെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. സാധാരണ മീൻ പൊരിക്കണ പോലെ തന്നെ പൊരിച്ചെടുക്കുക. സൂക്ഷിക്കേണ്ടത് എണ്ണ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ്. മീൻ അങ്ങനെ മുങ്ങി കിടക്കത്തക്ക രീതിയിലൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ കണ്ടോതാ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എണ്ണ ഏകദേശം തീർന്നിട്ടുണ്ട് ചട്ടിയിൽ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇതാ ഫസ്റ്റിലെ ബാച്ച് റെഡിയായി. നന്നായിട്ട് ആ കോട്ടിംഗ് ഒന്നും പോവാതെ തന്നെ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കോട്ടിംഗ് ഒന്നും പോവാതെ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലൊരു ഫ്ലേവറാണ്. കാരണം പെരുംജീരകമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. പെരുംജീരകം പൊടിയില്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താൽ മതി കേട്ടോ, പൊടിച്ചെടുക്കുകയാണല്ലോ മിക്സിയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.